ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് റവ വെച്ചിട്ടാണ്. 1 കപ്പ് റവ ഉണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളി ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും എന്തായാലും വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഗുലാബ് ജാമുൻ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് റവയാണ് ചേർക്കുന്നത്. അപ്പോൾ കപ്പിൽ തന്നെ അളക്കണമെന്നില്ല, ഏതെങ്കിലും ഒരു ഗ്ലാസ്സിൽ അളന്നെടുത്താൽ മതി. എന്നിട്ട് പഞ്ചസാരയും അതേ ഗ്ലാസ്സിൽ തന്നെ അതുപോലെ വെള്ളവും അളന്നെടുത്താൽ മതി. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് വറുത്ത റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വറുക്കാത്ത റവയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതായാലും മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മണമൊക്കെ ഉണ്ടാവണം, കളർ മാറിപ്പോകാതിരിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിത് മിക്സ് ചെയ്ത് പാലൊഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ കട്ട പിടിക്കാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. നെയ്യിലിത് ഒന്ന് വറുത്തെടുക്കുമ്പോൾ ഇതിലേക്ക് ഞാൻ 2 കപ്പ് പാലാണ് ചേർക്കുന്നത്. 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് പാലാണ് വേണ്ടത്. അപ്പോൾ ഗ്ലാസ്സിൽ അളക്കുകയാണെങ്കിൽ 1 ഗ്ലാസ് റവയ്ക്ക് 2 ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1 സ്പൂണ് പഞ്ചസാര ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഈ പാലിൽ ഈ റവയൊക്കെ ഒന്ന് കുതിർന്ന് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ ഇതേപോലെ കട്ടയൊന്ന് ഉടച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇത് കുറച്ചൊന്ന് തിക്കായിട്ടുണ്ട്. ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ ആയി കിട്ടും. ഇനി കുറച്ചും കൂടെ ഒന്ന് കുക്ക് ചെയ്തിട്ട് ഈ റവ നന്നായിട്ട് ഈ പാലൊക്കെ അബ്സോർബ് ചെയ്തിട്ട് നല്ല ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടണം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇതേപോലെയാണ് വേണ്ടത്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് കുറച്ചൊന്ന് ചൂട് പോയി കഴിയുമ്പോൾ ഇതിനി ബോൾസ് ആക്കി എടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ബോൾസ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്ത് ഒരു പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കണം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 കപ്പ് പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഗ്ലാസ്സിലാണെങ്കിലും 2 ഗ്ലാസ് പഞ്ചസാരയും 2 ഗ്ലാസ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് അടി പിടിക്കാതിരിക്കാൻ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ പിന്നെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇതിലേക്ക് ഒരു 4-5 ഏലക്ക ഒന്ന് തല്ലിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 നുള്ള് കുങ്കുമപ്പൂവ് ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെക്കാം. ഇപ്പോൾ റവ നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിൽ ഇതേപോലെ നെയ്യൊന്ന് തടവിയിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഒട്ടും ക്രാക്സ് ഒന്നും ഇല്ലാതെ ബോളാക്കി എടുക്കണം. ഇതേപോലെ നല്ല സ്മൂത്തായിട്ടുള്ള ബോളാണ് വേണ്ടത്. ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടായി കഴിയുമ്പോൾ എണ്ണ നല്ല ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയത്തിനും ലോയ്ക്കും ഇടയിലേക്ക് ആക്കിയിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. കാരണം ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് കിട്ടാൻ വേണം. എന്നാൽ പുറം കരിഞ്ഞു പോകരുത്. ഒരു നല്ലൊരു ബ്രൗൺ കളർ ആകുമ്പോൾ ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ഇത് കുറച്ചും കൂടെ ആവാനുണ്ട്. ഒന്നുകൂടി ഒന്ന് കളർ മാറുമ്പോൾ ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഓഫാക്കിയിട്ട് കുറച്ചൊന്ന് തണുത്തിട്ടാണ് വയ്ക്കുന്നത്. ചെറിയൊരു ചൂടോടുകൂടെ തന്നെ ഇരിപ്പുണ്ട്. അതിലേക്കാണ് ഈ ബോൾസ് ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ ബാക്കിയുള്ള ബോൾസും ഫ്രൈ ആക്കിയിട്ട് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 1-2 മണിക്കൂറെങ്കിലും ഈ ഷുഗർ സിറപ്പൊക്കെ ഈ ബോൾസിലേക്കെല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കാം. 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഈ ബോൾസിലേക്കൊക്കെ പഞ്ചസാര പാനി നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് വലുതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാം. ഇത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല സോഫ്റ്റാണ്. അതുപോലെ പഞ്ചസാര പാനിയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് ബോൾസിലേക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും സെലക്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.